മസ്കറ്റിലേക്ക് ഫ്യൂച്ചറിൽ വരാൻ ആഗ്രഹിക്കുന്ന, മൈഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ജോലി സംബന്ധമായി വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ആ സാലറിയിൽ നിന്ന് അത് ആ എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും. നാട്ടിലെ വില വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാൻ നോക്കും. അപ്പൊ നമുക്ക് സാധനം വാങ്ങിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തോന്നത്തില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ നാട്ടില് വളരെ കുറഞ്ഞ എമൗണ്ടിൽ കിട്ടുന്ന സാധനം ഇവിടെ അതിന്റെ ഇരട്ടി വില കൊടുത്തായിരിക്കും നമ്മൾ പല സാധനങ്ങളും വാങ്ങിക്കുന്നത്. ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ മാത്രം കണ്ടാൽ മതി. നിങ്ങളുടെ ഫുഡിന് മാത്രമായിട്ട് ഈ ഒരു എമൗണ്ട് 1 മന്ത് നിങ്ങൾക്ക് ചിലവാകുന്നതാണ് മനസ്സിലാക്കി കാണുമായിരിക്കും. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടേക്ക് ഒരു ജോലി കിട്ടി, ഓഫർ ലെറ്ററിൽ നിങ്ങൾക്ക് സാലറി എത്ര എന്ന് അറിയാം. പക്ഷേ നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസസ് മീറ്റ് ചെയ്യേണ്ടതായി വരും അല്ലേ? അതായത് വാട്ടർ, ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ ഫർണിച്ചർ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടതായി വരും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങളുടെ ആ സാലറിയിൽ നിന്ന് അത് ആ എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ നമ്മുടെ ഫുഡ് ഐറ്റംസ്. നമുക്ക് ഫുഡ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ ഫുഡ് ഐറ്റംസ് എല്ലാം വാങ്ങിക്കുകയും വേണം. അപ്പം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വന്ന സമയത്തുള്ള റേറ്റ് അല്ല ഇപ്പോഴത്തെ റേറ്റ്. ഇപ്പൊ ഈ 2025 ഡിസംബറിൽ എല്ലാ സാധനത്തിനും ഒത്തിരി വില കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2021 ഏപ്രിലാണ് ഇവിടെ വാറ്റ് സിസ്റ്റം, അതായത് വാല്യൂ ആഡഡ് ടാക്സ് നിലവിൽ വന്നത്. അതായത് നമ്മുടെ നാട്ടിലെ GST പോലെ ഇവിടെ ഉള്ളൊരു സംഭവമാണ് വാറ്റ്. സ്റ്റാൻഡേർഡ് ആയിട്ട് 5% ഓരോ പ്രോഡക്റ്റിനും കൊടുക്കേണ്ട ടാക്സ്. പക്ഷേ ചില ബേസിക് ഫുഡ് ഐറ്റംസ്, അതായത് അരി, എണ്ണ, അങ്ങനെ ചില ഐറ്റംസിന് 0 റേറ്റ് ടാക്സുമാണ്. നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ പോയി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരുപാട് ഐറ്റംസ് ടാക്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എത്രയൊക്കെയാണ് വില വരുന്നത്, കേരളത്തിലെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്ര വ്യത്യാസം വരും എന്നുള്ളതാണ് പരിശോധിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പലരും വന്ന് ഇവിടെയൊക്കെ സാധനം വാങ്ങിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ ഉടനെ നാട്ടിലെ വില വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാൻ നോക്കും. നമ്മൾ ഒരിക്കലും നാട്ടിൽ വാങ്ങിക്കുന്ന ഒരു വില ആയിരിക്കത്തില്ല ഇവിടുത്തെ ഫുഡ് ഐറ്റംസിന്റെ റേറ്റ് എന്ന് പറഞ്ഞാല്. അതായത് മിക്ക ഐറ്റംസും എക്സ്പോർട്ടഡ് സാധനങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളും പല കൺട്രിയിൽ നിന്ന് വരുന്ന സാധനങ്ങളും കാണുമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഓരോരോ സാധനത്തിന് എത്ര ആയിരിക്കും ഇവിടുത്തെ റേറ്റ് കമ്പയർ ടു റുപ്പീസിൽ നോക്കുമ്പോൾ എത്ര ആയിരിക്കും നിങ്ങൾക്ക് ടോട്ടൽ വരുന്നത് എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കാമെന്ന് ഓർത്ത് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇവിടെ ഞാൻ ജോലിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഓഫീസിലൊക്കെ വിളിച്ച് കുറെ പേര് ഇവിടെ ജോലി ചെയ്യാനുള്ള എങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷന്, അല്ലെങ്കിൽ ലീഗൽ ഫീൽഡിൽ എത്രയൊക്കെ സാലറി ഉണ്ട്, അല്ലെങ്കിൽ വേക്കൻസി ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലേഡീസിന് വോട്ടിൽ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇവിടുത്തെ എൻവയോൺമെന്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ വർക്ക് പ്രഷർ ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ഒത്തിരി പേര് വിളിച്ചു ചോദിക്കാറുണ്ട്. വർക്ക് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണല്ലോ ഫുഡ് എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിൽ ആദ്യമേ അതിന്റെ ഒമാനി റിയാലിന്റെ റേറ്റ് പറയും, പിന്നെ ഞാൻ റുപ്പീസിൽ പറയും. പിന്നെ മെയിൻ ആയിട്ട് ഇതിനകത്ത് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രൂപ വെച്ച് ഒമാനി റിയാലിന് എത്ര എക്സ്ചേഞ്ച് റേറ്റ്. ഒരു ഒമാനി റിയാൽ എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ 234 രൂപയാണ്. അതായത് ഇന്നത്തെ റേറ്റ് ആണ് ഞാൻ പറയുന്നത്. അതുപോലെ ഒരു റിയാൽ എന്ന് പറയുന്നത് 1000 പൈസ ചേർന്നതാണ്. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇത്ര 300 പൈസ അല്ലെങ്കിൽ 500 പൈസ ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു റിയാൽ എന്ന് പറയുമ്പോൾ 234 ആവുമ്പം അതിന്റെ ഹാഫ് ആയിരിക്കും പ്രൊഡക്ട്സിന്റെയും വില. റുപ്പീസിലും അത് എത്രയാവുമെന്ന് ഞാനൊരു അപ്രോക്സിമേറ്റ്ലി എഴുതിയേക്കുന്നതായിട്ട്. ഇതിപ്പോ ഓരോ സ്ഥലത്തിലും ഓരോ വ്യത്യാസങ്ങൾ കാണുമായിരിക്കും. ചിലവർക്ക് കുറച്ച് ലാഭത്തിന് കിട്ടുമായിരിക്കും. ഞാനിപ്പോ നോക്കിയതെന്ന് പറഞ്ഞാൽ നാട്ടിലെ റേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ സെർച്ച് ചെയ്ത് അങ്ങനെ നോക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോ ആദ്യം തന്നെ 1 കിലോ അരി, നമ്മൾ മലയാളികളെല്ലാം ഉപയോഗിക്കുന്നത് ബ്രൗൺ റൈസ് അല്ലെങ്കിൽ മട്ട. അപ്പൊ ഇതിവിടെ ഒരുപാട് അരികൾ ഇവിടെ കിട്ടും. ഡബിൾ ഹോൾസ്, ഈസ്റ്റേൺ, പാലക്കാട് മട്ട, അങ്ങനെ ഒരുപാട് കിട്ടും. അപ്പം ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ 1 കിലോ അരിക്ക് വരുന്നത് 475 പൈസയാണ്, അതായത് ഒമാൻ റിയാൽ. അപ്പൊ അത് നാട്ടിലത്തെ വെച്ച് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ 111 രൂപയാണ്. ഇത് നാട്ടിൽ 1 കിലോ മട്ട അരി വാങ്ങിക്കുമ്പോഴത്തേന് 100 രൂപയാണ്. അപ്പം ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? 1 ലിറ്റർ പാല് 500 പൈസയാണ്, അതായത് 116 രൂപയാണ്. പക്ഷെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 1 ലിറ്റർ പാലിന് 60 രൂപ. 60 അല്ലെങ്കിൽ അതിൽ കുറവോ അതിൽ കൂടുതലോ ഒക്കെ ആയിരിക്കും. പക്ഷെ റൗണ്ട് ചെയ്ത് ഞാൻ ആ റേറ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ 1.5 ലിറ്ററിന്റെ സൺഫ്ലവർ ഓയിൽ വാങ്ങിക്കണമെങ്കിൽ ഇവിടുത്തെ റേറ്റ് 1 റിയാല് 950 പൈസ, അതായത് നാട്ടിലെ 456 രൂപയാവും. നാട്ടിലെ റേറ്റ് നോക്കുമ്പോൾ 300 രൂപ. 1 ലിറ്ററിന്റെ കോക്കനട്ട് ഓയിലിന് വരുന്നത് ഇവിടുത്തെ റേറ്റ് 2 റിയാല് 490 പൈസ, അതായത് നാട്ടിലെ 582 രൂപ ഇവിടുന്ന് നോക്കുമ്പോൾ. പക്ഷെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 480 രൂപയ്ക്ക് കിട്ടും. 500 ml നെയ്യ് വരുന്നത് 3 റിയാൽ 550 പൈസയാണ്, അതായത് നാട്ടിലെ 830 രൂപയാണ് വരുന്നത്.
പക്ഷെ നാട്ടിൽ നിന്ന് അത് വാങ്ങിക്കുമ്പോൾ 386 രൂപയാണ് വരുന്നത്. ബ്രൗൺ എക്സ് മുട്ട, അതായത് ബ്രൗൺ ആണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. അതിന്റെ വൈറ്റ് ഉണ്ട്, അതിന്റെ ലാർജ്, മീഡിയം, സ്മോള്, പല ടൈപ്പിലെ മുട്ടകളുണ്ട്. അപ്പൊ ഞാനിപ്പോ പറയുന്നത് ലാർജ്, നമ്മുടെ സാധാരണ മുട്ട, കോഴിമുട്ട, അത് 10 എണ്ണം നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുമ്പോഴത്തേന് അതിന് വരുന്നത് 1 റിയാൽ 200 പൈസയാണ് വരുന്നത്. അതായത് നാട്ടിലെ 280 രൂപ. അതേസമയം നാട്ടിൽ നമ്മൾ വാങ്ങിക്കുമ്പോഴോ ഒരു 10 മുട്ട വാങ്ങിക്കുമ്പോൾ 100 120 രൂപയോ ആവത്തുള്ളൂ. അത് കുറവൊക്കെ ആയിരിക്കുമല്ലോ. 1 കിലോ ഉപ്പ് വാങ്ങിക്കുമ്പോൾ 310 പൈസയാണ് ഇവിടുത്തെ, അതായത് നാട്ടിലെ 65 രൂപ. അത് വാങ്ങിക്കുമ്പോൾ 25 രൂപയ്ക്ക് കിട്ടും. 1 കിലോ ഷുഗറിന് ഇവിടെ വരുന്നത് 1 റിയാൽ 350 പൈസയാണ്, അതായത് നാട്ടിലെ 316 രൂപ. കൺവേർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത്. പക്ഷെ നാട്ടിൽ നിന്ന് അത് വാങ്ങിക്കുമ്പോൾ 50 രൂപ 60 രൂപയൊക്കെ ആവത്തുള്ളൂ. പിന്നെ റെഡ് ലേബലിന്റെ ടീ പൗഡർ 200 ഗ്രാം 680 പൈസയാണ്, അതായത് നാട്ടിലെ 136 രൂപ. പക്ഷെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോഴോ 60 രൂപ 70 രൂപ. 100 ഗ്രാം ബ്രൂവിന്റെ ഇൻസ്റ്റന്റ് കോഫി പൗഡറിന് 1 റിയാൽ 890 പൈസയാണ്, നാട്ടിലെ 211 രൂപ. നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോഴോ 180 രൂപയേ ആവത്തുള്ളൂ. ഇവിടെ 1.5 ലിറ്ററിന്റെ വെള്ളത്തിന് 6 ബോട്ടിലിന് വരുന്നത് 625 പൈസയാണ്, അതായത് 147 രൂപ. പക്ഷെ നാട്ടിൽ നിന്ന് അത് വാങ്ങിക്കുമ്പോൾ 140 രൂപയ്ക്ക് കിട്ടും. നമുക്ക് വെജിറ്റബിൾസിലോട്ട് പോവാം. അതായത് 1 കിലോ സവോള ഇവിടുത്തെ റേറ്റ് 320 പൈസയാണ്. റുപ്പീസിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 50 റുപ്പീസ്. പക്ഷെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എനിക്കൊന്ന് 30-40 രൂപയ്ക്കും ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നല്ലേ. ഇവിടെ വരുന്നത് 1 കിലോ തക്കാളിക്ക് ഇവിടെ വരുമ്പോൾ 550 പൈസയാണ്, അതായത് നാട്ടിലെ 130 രൂപ. പക്ഷെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എത്ര? 47, 50. പിന്നെ 1 കിലോ ക്യുക്കുംബറിന് അത് 550 പൈസയാണ് ഒമാനി റിയാല്. കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ വരുന്നത് 130 രൂപ. പക്ഷെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 75 രൂപ. 1 പീസ് കോക്കനട്ട്, അതായത് 1 തേങ്ങ, അതിന് ഇവിടുത്തെ റേറ്റ് 340 പൈസയാണ്, 80 രൂപ. പക്ഷെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 30, എനിക്ക് 30, 20 ഒക്കെ ആ ഒരു റേറ്റിൽ കിട്ടുമെന്ന് തോന്നുന്നല്ലേ. 40. 1 കിലോ പൊട്ടറ്റോ, അതിന് ഇവിടുത്തെ വില 430 പൈസയാണ്, അതായത് നാട്ടിലെ 98 രൂപ. പക്ഷെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതൊരു 50 രൂപയ്ക്ക് കിട്ടും. 500 ഗ്രാം ചേനയ്ക്ക് ഇവിടുത്തെ റേറ്റ് 435 പൈസയാണ്, 100 രൂപ. പക്ഷെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 40 രൂപയാവത്തുള്ളൂ. 500 ഗ്രാം ക്യാരറ്റിന് വരുന്നത് 435 പൈസയാണ്, അതായത് 100 രൂപ. പക്ഷെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 43 രൂപ, അല്ലെങ്കിൽ 45 രൂപ, ഇത്രയൊക്കെ ആവത്തുള്ളൂ. 100 ഗ്രാം വെളുത്തുള്ളി, അതിന് വരുന്നത് 440 പൈസ, അതായത് 100 രൂപ. പക്ഷെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 45 രൂപയ്ക്ക് കിട്ടും. 150 ഗ്രാം പച്ചമുളക്, അതിന് വരുന്നത് 150 പൈസയാണ് ഇവിടുത്തെ, അതായത് 24 രൂപ. നാട്ടിലത് 15 രൂപയ്ക്ക് കിട്ടും. 1 കിലോ ചീനി, അതിന് വരുന്നത് പല രാജ്യങ്ങളിൽ നിന്നും അത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിന് ഓരോത്തിനും ഓരോ റേറ്റ് ആണ്. ഒരു റേറ്റ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് 870 പൈസ, 204 രൂപയാണ്. പക്ഷെ നാട്ടിൽ നമുക്ക് എത്ര കിട്ടുന്നത് നിങ്ങൾക്ക് നാട്ടിലുള്ളവർക്ക്, കേരളത്തിലുള്ളവർക്ക് അറിയായിരിക്കും. 40 1 കിലോ ചീനി കിട്ടും, അല്ലെങ്കിൽ കപ്പ കിട്ടും. 500 ഗ്രാം ബീറ്റ്റൂട്ട്, അതിന് വരുന്നത് 235 പൈസ, അതായത് 55 രൂപയാണ് നാട്ടിലെ റേറ്റ്. പക്ഷെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു 30-40 കിട്ടും. പിന്നെ 1 കിലോ പംകിൻ, മത്തങ്ങ, അതിനിവിടെ വരുന്നത് 475 പൈസയാണ്, അതായത് 120 രൂപ നാട്ടിലെ. പക്ഷെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 45 രൂപയ്ക്ക് കിട്ടും. 500 ഗ്രാം പച്ചമാങ്ങയ്ക്ക് 930 പൈസയാണ്, അതായത് 220 രൂപ നാട്ടിലെ. പക്ഷെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 50 രൂപയ്ക്ക് കിട്ടും. 500 ഗ്രാം വെണ്ടയ്ക്ക, അതിന് ഇവിടെ വരുന്നത് 415 പൈസയാണ്, അതായത് നാട്ടിലെ 97 രൂപ. നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 30 രൂപയാവും. വെജിറ്റബിൾസ് ഏകദേശമൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ വരുന്നത് ഫ്രൂട്ട്സ് ആണ്. അതിൽ വരുന്നത് പഴം, റോബസ്റ്റയ്ക്ക് 1 കിലോയ്ക്ക് ഇവിടെ വരുന്നത് 540 പൈസയാണ്, അതായത് നാട്ടില് 130 രൂപ. പക്ഷെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് 80 രൂപയ്ക്ക് കിട്ടും. ഞങ്ങൾ വാങ്ങിക്കുന്ന റോയൽ ഗാല, അത് കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആപ്പിളാണ്. അതിന്റെ ഒത്തിരി വെറൈറ്റി ഒത്തിരി രാജ്യങ്ങളിൽ നിന്ന് വരുന്നതൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ റോയൽ ഗാലയ്ക്ക് വരുന്നത് 1 റിയാൽ 200 പൈസ, നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ 280 രൂപയായി. അത് നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേന് 200 രൂപ ഒക്കെ കിട്ടുമായിരിക്കും തോന്നുന്നു. പിന്നെ 1 കിലോ ഓറഞ്ച് ഉണ്ട്, മാൻഡറിൻ ഉണ്ട്, കുഞ്ഞു ഓറഞ്ച്, വലിയ ഓറഞ്ച്, അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പൊ നമ്മുടെ മീഡിയം ഒരു ഓറഞ്ചിന് വരുന്നത് 980 പൈസ, അതായത് നാട്ടിലെ 226 രൂപയായി. പക്ഷെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 70 രൂപ. പൾസസ് ഇല്ലേ, അതായത് കടല, പരിപ്പ്, അതിൽ 1 കിലോ നമ്മുടെ കറുത്ത കടലയ്ക്ക് വരുന്നത് 620 പൈസയാണ്, അതായത് നാട്ടിലെ 145 രൂപ. നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 120 രൂപയ്ക്ക് കിട്ടും. ദാല് പല വെറൈറ്റി ദാലുകളുണ്ട്. അതിൽ ഞാൻ ചനാ ദാലാണ് എഴുതിയിരിക്കുന്നത്. 570 പൈസ, നാട്ടിലെ 133 രൂപയാണ്. പക്ഷെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 126 രൂപയ്ക്ക് കിട്ടും. മൂങ് ദാൽ, അതായത് നമ്മുടെ ചെറുപയർ, അതിന് 1 കിലോയ്ക്ക് വരുന്നത് 900 പൈസ,
നാട്ടിൽ നോക്കുമ്പോൾ 210 രൂപ, പക്ഷെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 116 രൂപ. അപ്പോൾ കുറച്ച് ഇതാണ് ഏകദേശമൊക്കെ ഞാൻ ഗ്രോസറീസിന്റെ ആണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ചിക്കനോ ഫിഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാനത് ഇവിടെ കുറിച്ച് വെച്ചില്ല. ഞാൻ വീഡിയോയിൽ ഞാനത് കാണിക്കാം എത്രയാണ് എമൗണ്ട് എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ നിങ്ങൾ ചിക്കൻ, ഇപ്പൊ ഇവിടെ ചിക്കനൊക്കെ ആണെങ്കിൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ചെറിയ ചെറിയ കടകളിലും ഒക്കെ കിട്ടും. ചിക്കന്, മട്ടണ്, ഫിഷ് എല്ലാം കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഫിഷിനൊക്കെ ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞ പ്രത്യേക ഒരു മാർക്കറ്റും ഒക്കെ ഉണ്ട്. ആണെങ്കിൽ കുറച്ച് റേറ്റ് വെച്ച് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. ഇപ്പൊ ലുലു എന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതിനെക്കാട്ടും കുറച്ച് വ്യത്യാസം അവിടെ കാണും. എന്നാലും ഒരു ഡ്രാസ്റ്റിക് അങ്ങ് ചേഞ്ച് അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഒമാനി റിയാലില് ഇതിന്റെ എമൗണ്ട് വരുന്നത് 26 റിയാല് 425 പൈസയാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ ചിക്കനോ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ നാട്ടിലെ റുപ്പീസുമായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇത് 5884 എത്രയാണ് ആവുന്നത്, അല്ലെങ്കിൽ 5900. പക്ഷെ ഈ സാധനങ്ങൾ മാത്രം നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ആവുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 3117 അത്രയുമേ ആവത്തുള്ളൂ. അപ്പൊ എത്ര വ്യത്യാസം നമുക്ക് 2000 രൂപയുടെ വ്യത്യാസം വന്നു. അപ്പൊ ഇവിടുത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രോസറീസിന് എത്ര ആയിരിക്കും എന്നുള്ളതൊരു ചെറിയൊരു ഐഡിയ കിട്ടുമെന്ന് തോന്നുന്നു. 1 മന്തിന് ഇപ്പൊ നമ്മളിപ്പോ ഗ്രോസറി വാങ്ങിക്കുമ്പോൾ നമുക്ക് ചിലവാകുന്ന, ഇപ്പൊ ഞാൻ 26 റിയാല് പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ സാധനങ്ങൾ വേണ്ടി വരുമല്ലോ. ഇപ്പൊ ചിക്കന്, ഫിഷ്, ഇതിന്റെ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരു മാസം 35 റിയാൽ, ഗ്രോസറീസിന് മാത്രമായിട്ട് 35 റിയാല് നിങ്ങൾ കണക്ക് കൂട്ടി വെക്കണം. അപ്പൊ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളുടെ എല്ലാം എമൗണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്ന ബാക്കി ഗ്രോസറീസിന് ഈ ഒരു എമൗണ്ട് ആണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കിട്ടുന്ന സാലറി, പിന്നെ എത്ര ഇവിടെ എക്സ്പെൻസസ് എത്രയാവും എന്നുള്ളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ ഇനി പലർക്കും അത് യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിലൂടെ എന്നോട് ചോദിക്കാം. പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.